അതെ, 10 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഇന്ന് ഞങ്ങൾ വിവാഹമോചനം നേടി കേട്ടോ. ഞാനിപ്പം കോടതിയിൽ നിന്ന് വിവാഹമോചനം നേടി ഞാൻ കോടതിയുടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഉണ്ടല്ലോ, അവിടെ ഒരു ചായക്കടയുടെ ഒരു ചെയറിലിരിക്കുന്നു എന്റെ ഹസ്ബൻഡ്. എന്നോട് ചോദിച്ചു, നിനക്ക് ഇഞ്ചിയിട്ട് ചായ ഞാൻ ഓർഡർ ചെയ്യട്ടേന്ന്. അപ്പൊ ഞാനും ഒന്നും പറഞ്ഞില്ല, ശരി ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു. അവിടെ ചെന്നിരുന്ന് അത് കുടിച്ചോണ്ടിരിക്കാല എന്നോട് പറഞ്ഞേ, എനിക്ക് നിന്റെ കയ്യിൽ ഇപ്പൊ പൈസയായിട്ട് തരാനൊന്നും 10 ലക്ഷം രൂപ എനിക്ക് തരണമെന്നാ പറഞ്ഞേക്കുന്നത്. എനിക്കിപ്പോ പൈസ തരണമെന്നൊന്നും എന്റെ കയ്യിൽ ഇല്ല. ഇപ്പൊ എനിക്കുള്ളത് എന്റെ ജീവൻ മാത്രമേ ഉള്ളൂ. അതും എനിക്കിപ്പോ വയ്യാത്ത അവസ്ഥയിലാണ്. ഞാനിപ്പോ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ്. നിന്നോട് പറയാനല്ലാതെ ഞാൻ ആരോട് പറയാൻ? ടൗണിൽ കിടക്കുന്ന ഫ്ലാറ്റും ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീടും സ്ഥലവും നിന്റെ പേരിൽ എഴുതി വെക്കാം. അത് എനിക്ക് എന്ത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും, വിവാഹമോചനം നേടിയാലും നേടിയില്ലെങ്കിലും അത് നിനക്കുള്ളത് തന്നെയാണ്. അപ്പം അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കണ്ണ് അറിയാണ്ട് നിറഞ്ഞുപോയി. ഞാൻ വിചാരിച്ചു, ഇതെന്താ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരുന്നു. ആളുമായിട്ട് ഞാനൊരു 15 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ആ 10 വർഷത്തെ ഞാൻ അനുഭവിച്ച ഒരേ ഇതുണ്ടല്ലോ, പാഠങ്ങളുണ്ടല്ലോ, അത് ഞാനൊരു 15 മിനിറ്റിനുള്ളിൽ മറന്നു എന്നുള്ളതാ സത്യമായിട്ടും. അപ്പം എനിക്ക് തോന്നി, അപ്പം ആ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ആ സ്പോട്ടിൽ തന്നെ ഞാൻ അവിടെ വെച്ച് കീറിക്കളഞ്ഞു. കാരണം ഈ 10 വർഷം ഞാൻ ജീവിച്ചു, അതെനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് കാരണം എന്നാ ചെയ്തു, 10 വർഷത്തെ ജീവിതം അവിടെ കിടന്നപ്പോഴും ഈ 10 മിനിറ്റ് ഞാൻ സംസാരിച്ചപ്പം എനിക്ക് 10 മിനിറ്റിലാണ് ഇപ്പൊ വരൂ കേട്ടോ. ഓക്കെ തോന്നിയത്. അങ്ങനെയാണ്. എന്താ പറയാ, ഒന്നും പറയാനില്ല. ഓക്കെ ബൈ.